ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാജ്യസഭയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, രാജ്യസഭ. ഈ രാജ്യസഭയുടെ മറ്റൊരു പേരാണ്, നമുക്ക് രാജ്യസഭയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുകൾ നമുക്ക് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പേര് എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. രാജ്യസഭയെക്കുറിച്ച് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു പേര് കൂടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു പേരാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് രാജ്യസഭ ഇസ് അതർവൈസ് നോൺ ആസ് അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നുള്ള പേര് കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ലോക്സഭയെ നമ്മൾ ലോവർ ഹൗസ് എന്ന് വിളിക്കും. അതേസമയം രാജ്യസഭ അറിയപ്പെടുന്നത് അപ്പർ ഹൗസ് എന്നുള്ള പേരിലാണ്. അതോടൊപ്പം തന്നെ ഇതിനെ സെക്കൻഡ് ഹൗസ്, സെക്കൻഡ് ചേംബർ, അതേപോലെ തന്നെ ഹൗസ് ഓഫ് ദ എൽഡേഴ്സ് എന്നുള്ള പേര് കൂടെ നമുക്ക് രാജ്യസഭയ്ക്ക് വിളിക്കാറുണ്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരുകൾ എന്ന് പറയുന്നത് രാജ്യസഭ ഓർ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്പർ ഹൗസ്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പേര് ചോദിക്കുന്നത്. സോ ഇനി നമുക്കിതിൽ പറയാനുള്ളത് ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടെ രാജ്യസഭയിലേക്ക് നമ്മൾ നടത്തുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് ഓരോ സ്റ്റേറ്റിലെയും MLA-മാര് അവർക്കിടയിൽ നടത്തുന്ന ഒരു ഇലക്ഷനിലൂടെയാണ് ഇവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ രാജ്യസഭാ മെമ്പേഴ്സിന് ജനങ്ങൾക്ക് നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം അതൊരു ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ഓക്കെ, ലോക്സഭയിലേക്ക് നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് ഇലക്ഷൻ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻ നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. രാജ്യസഭ Article 18(1) of the Constitution says that the maximum strength of the Rajya Sabha is fixed at 250 members. 250 രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് അതിൽ കൂടാൻ പാടില്ല എന്നർത്ഥം. 250 കൂടാൻ പാടില്ല. 250 കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നോർമലി 245 മെമ്പേഴ്സ് ഒക്കെയാണ് സാധാരണ രാജ്യസഭയിൽ വരാറുള്ളൂ. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് 234 members selected from 28 states. അതിൽ 28 മെമ്പേഴ്സിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് 28 സ്റ്റേറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കും. ആൻഡ് 4 members ആർ elected ഫ്രം യൂണിയൻ ടെറിട്ടറീസ്. അതിൽ 4 മെമ്പേഴ്സിനെ നമ്മളുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് 12 members ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതിൽ ബാലൻസ് വരുന്ന 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം. ആൻഡ് ദ നോമിനേറ്റഡ് പേഴ്സൺ ഹാവിംഗ് സ്പെസിഫിക് നോളജ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ലിറ്ററേച്ചർ, സോഷ്യൽ വർക്ക്, സ്പോർട്സ് എക്സെട്ര. സയൻസ്, അതേപോലെ തന്നെ സാമൂഹ്യ സേവനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ സച്ചിനൊക്കെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ പ്രതിഭകളായിട്ടുള്ള ആളുകളെയാണ് പ്രസിഡന്റ് ഈ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റിന് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം. അപ്പൊ ഇതാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദ സ്റ്റേറ്റ് വിത്ത് മോർ പോപ്പുലേഷൻ ക്യാൻ സെൻഡ് മോർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. അപ്പൊ ഇതില് കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റുകൾക്ക് രാജ്യസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ അയക്കാൻ കഴിയും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ് 18 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്ക് അയക്കാം. അതേസമയം മേഘാലയ, മിസോറാം പോലെയുള്ള ചെറിയ സ്റ്റേറ്റുകൾക്ക് 1 മെമ്പറെ മാത്രമേ രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ കോട്ട നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ ആണ്. ആൻഡ് ഇൻ കേരള ദർ ആർ 9 രാജ്യസഭാ മെമ്പേഴ്സ്. കേരളത്തിലെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് 9 രാജ്യസഭാ മെമ്പേഴ്സിനെയാണ്. അവരെ 9 പേരെ നമ്മുടെ MLA-മാർക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ MLA-മാർക്കിടയിലാണ് അതിന്റെ ഇലക്ഷൻ നടക്കുക. ആ ഇലക്ഷനിൽ വിജയിച്ച ആളെ നമുക്ക് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. To be a member of Rajya Sabha, the person must be a citizen of India. First of all, he or she must be a citizen of India. And secondly, who has completed the age of 30 years. 30 വയസ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇത് മിനിമം ഏജ് ആണ്, മാക്സിമം അല്ല. ദർ ഇസ് നോ ഏജ് ലിമിറ്റ്.
അതോടൊപ്പം തന്നെ he should possess such other qualification as may be prescribed by the parliament. പാർലമെന്റ് നിർദ്ദേശിക്കുന്ന മറ്റ് യോഗ്യതകൾ കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. മറ്റ് യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ മെന്റലി സൗണ്ട് ആയിരിക്കണം, ഷുഡ് നോട്ട് ബി ബാങ്ക്രപ്റ്റ്, ബുദ്ധിഭ്രമമുള്ള ആളെ ആയിരിക്കരുത്, അതേപോലെ തന്നെ പാപ്പരായിരിക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെന്റ് ഓഫ് എനി സ്റ്റേറ്റ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലോ മറ്റൊരു പ്രതിഫലം പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കരുത്. അതായത് ഒരേ സമയം അയാൾക്ക് ഒരു സർവീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇത്രയാണ് ഒരു രാജ്യസഭാ മെമ്പർ ആകാൻ വേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇത് ലോക്സഭയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഏജിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഏജ് ലോക്സഭയ്ക്ക് വേണ്ടത് 25 ഇവിടെ വരുമ്പോൾ അത് 30 വയസ്സായി. ദെൻ ഇലക്ഷൻ ഓഫ് ദ മെമ്പർ. എങ്ങനെയാണ് ഈ രാജ്യസഭാ മെമ്പറെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നോക്കാം. The members of Rajya Sabha are indirectly elected by the elected members of legislative assemblies of different state. ഇവരെ നമ്മൾ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ, അതായത് ഓരോ സ്റ്റേറ്റിലെയും MLA-മാരാണ് രാജ്യസഭാ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത്. And the election will be on the basis of a proportional representation by means of a single transferable vote system. ഈ വോട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യം വഴിയായിരിക്കും. അതുവഴി ആണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത അവരുടെ പ്രതിനിധികൾക്ക് മാത്രമേ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഇവരുടെ ടേം ഓഫ് ഹൗസ്, ഈ സഭയുടെ കാലാവധി നോക്കാം. രാജ്യസഭ ഈസ് എ പെർമനന്റ് ഹൗസ്. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് രാജ്യസഭ ഒരു പെർമനന്റ് ഹൗസ് ആണ്. ഇറ്റ് കനോട്ട് ഡിസോൾവ് ലൈക്ക് ലോകസഭ. ലോകസഭയെ പോലെ ഇതിനെ ഒരിക്കലും നമുക്ക് പിരിച്ചുവിടാൻ കഴിയില്ല. കാരണം ലോകസഭയ്ക്ക് 5 വർഷം കാലാവധി ഉണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോൾ അവിടെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇലക്ഷൻസ് വരും. ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ പ്രസിഡന്റിന് ഡിസോൾവ് ചെയ്യാം. പക്ഷേ രാജ്യസഭ അങ്ങനെയല്ല, ഒരിക്കലും പിരിച്ചുവിടാൻ കഴിയില്ല, ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പെർമനന്റ് ഹൗസ്. And the term of every member of Rajya Sabha is 6 years. ഇവിടെ ഒരു മെമ്പറുടെ കാലാവധി എന്ന് പറയുന്നത് 6 years ആണ്. മെമ്പേഴ്സിന് കാലാവധി പറയുന്നത്, സഭയ്ക്ക് കാലാവധി ഇല്ല. അപ്പൊ ഓരോ മെമ്പറും 6 വർഷമാണ് ഒരു മെമ്പറുടെ കാലാവധി എന്ന് പറയുന്നത്. അതിൽ 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് റിട്ടയർ ആഫ്റ്റർ എവറി 2 years. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ, 6 വർഷം കംപ്ലീറ്റ് ആക്കിയ 1/3 അംഗങ്ങൾ റിട്ടയർ ചെയ്തു പോകും. അതിലൂടെ പുതുതായിട്ട് വന്നിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ലോകസഭയെ പോലെ ഒറ്റയടിക്ക് ഒരു ഇലക്ഷൻ നടത്തി അവിടേക്ക് സീറ്റിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റം അല്ല രാജ്യസഭയിൽ. ഏത് സീറ്റാണോ വേക്കന്റ് ആകുന്നത് ആ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് ഇലക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്പർ, മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആവില്ല, ചേഞ്ചസ് ഉണ്ടാകും. വേക്കൻസിക്ക് അനുസരിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതിന്റെ ടേമിൽ പറയാനുള്ളത്. ഇനി ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ അധ്യക്ഷം വഹിക്കുന്ന ആളുകൾ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ സ്പീക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊസിഷനാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നുള്ള പൊസിഷൻ. അത് കറന്റ് വൈസ് പ്രസിഡന്റ് ആരായിരിക്കുമോ, ആ സമയത്തെ വൈസ് പ്രസിഡന്റ് ആരാണോ അദ്ദേഹമാണ് ആ പൊസിഷൻ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി അദ്ദേഹത്തെ കൂടാതെ, ഇൻ അഡീഷൻ ടു ദ വൈസ് പ്രസിഡന്റ്, ദ ഹൗസ് ആൾസോ എലക്ട്സ് എ ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവരുടെ അംഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി ചെയർമാനെ കൂടെ തെരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം വൈസ് പ്രസിഡന്റിന് ഓൾറെഡി മറ്റൊരു പൊസിഷൻ കൂടെയുണ്ട്. പ്രസിഡന്റിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ ആ ജോലി ചെയ്യുക എന്നുള്ള ഒരു പവർ കൂടെ വൈസ് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, പ്രസിഡന്റിന്റെ ആബ്സെൻസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡെപ്യൂട്ടി ചെയർമാനെ കൂടെ രാജ്യസഭ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഹി വിൽ ബി എലക്ടഡ് ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ and he will preside over the meetings of Rajya Sabha in the absence of vice president. Vice presidentന്റെ ആബ്സെൻസ് ഉണ്ടാകുന്ന സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും രാജ്യസഭയെ അധ്യക്ഷത വഹിക്കുന്നത്. ഈ 2 പേരാണ് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ പവേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ്, പവേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ നിയമനിർമ്മാണ അധികാരങ്ങൾ നമുക്ക് പറയാം. ആൻ ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ.
ഏത് സാധാരണ ബില്ലും രാജ്യസഭയിൽ നമുക്ക് അവതരിപ്പിക്കാം. ആ രാജ്യസഭ എൻജോയ്സ് കോ ഈക്വൽ പവർ വിത്ത് ലോക്സഭ ഇൻ ഓർഡിനറി ലോ മേക്കിംഗ്. ഒരു സാധാരണ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്ക് ലോകസഭയുടെ തുല്യ അധികാരമാണുള്ളത്. And in case of a deadlock between two houses of the parliament, the president can convene a joint sitting of both houses of the parliament to resolve the issue. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡെഡ്ലോക്ക് ഉണ്ടാകുകയാണെങ്കിൽ, സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ അത് കംപ്ലീറ്റ് ആക്കാനോ തടസ്സം വരുന്നതിനെയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് പറയാം. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ പ്രസിഡന്റിന് ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാം. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംയുക്ത സമ്മേളനം എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് രണ്ട് സഭയുടെയും, രാജ്യസഭയുടെയും ലോകസഭയുടെയും ഒരു സംയുക്ത സമ്മേളനം അവിടെ പ്രസിഡന്റിന് വിളിച്ചു കൂട്ടാം. അതിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്താം. ഇതൊരു PSC ക്വസ്റ്റ്യൻ കൂടിയാണ്, ആരാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളത്. അത് പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ യോഗത്തിൽ പ്രിസൈഡ് ചെയ്യേണ്ടത്, അവിടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭ സ്പീക്കർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കതിൽ ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത്. രണ്ട് സഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത്. ഇനി എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കാം. Executive powers, it means how the members of Rajya Sabha can control the executive. അതാണ് അതിന്റെ മീനിങ്. എങ്ങനെയാണ് അവർ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കേണ്ടത്, അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സിനെ. സോ രാജ്യസഭ ഹാസ് എ ലിമിറ്റഡ് റോൾ ഇൻ എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഇവർക്ക് കുറഞ്ഞ ഒരു അധികാരം മാത്രമേ രാജ്യസഭയ്ക്ക് ലോകസഭയെ അപേക്ഷിച്ച് ഈ ഒരു കേസിലുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ലോകസഭയ്ക്ക് they can pass, ലോക്സഭ members can pass vote of no confidence motion against the ministers. അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള ഒരു അധികാരം ലോകസഭയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് രാജ്യസഭ ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ക്യാൻ ഓൺലി ക്രിട്ടിസൈസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരെ ക്രിട്ടിസൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവർക്ക് അതിൽ കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ മറ്റൊരു അധികാരം ഈ ഒരു കേസിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ രാജ്യസഭ മെമ്പേഴ്സിന് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യാം, മിനിസ്റ്ററെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ അതർ മിനിസ്റ്റേഴ്സിനെ, ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓൺ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് അവരെ ക്രിട്ടിസൈസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഇവർക്ക് ചെയ്യാനുള്ള ഒരു റോൾ ഉള്ളൂ. മറിച്ച് ലോക്സഭയ്ക്ക് അവരുടെ അധികാരം അതിൽ കുറച്ചുകൂടെ പവർഫുൾ ആണ്. ദേ ക്യാൻ പാസ് വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ദ മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഇതാണ് എക്സിക്യൂട്ടീവ് പവർ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് അടുത്ത പവർ നോക്കാം. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ പവേഴ്സ്, സാമ്പത്തിക അധികാരങ്ങൾ. ഈ സാമ്പത്തിക അധികാരങ്ങളിൽ ഈ ഫൈനാൻഷ്യൽ പവേഴ്സിൽ ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റോളേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ലോക്സഭ. അപ്പൊ ലോക്സഭയെ നമ്മൾ ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോക്സഭ എൻജോയ്സ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ഫിനാൻസ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്. അതിൽ പൂർണ്ണ അധികാരം നമ്മൾ കൊടുത്തിരിക്കുന്നത് ലോകസഭയ്ക്കാണ്. ബിക്കോസ് രാജ്യസഭ ഹാസ് എ ലിമിറ്റഡ് റോൾ ഓൺ ദ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. ഈ ഒരു കാര്യങ്ങളിൽ രാജ്യസഭയ്ക്ക് ഒരു ചെറിയ അധികാരം മാത്രമേ കൊടുത്തുള്ളൂ. കാരണം മണി ബില്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ ഫൈനാൻഷ്യൽ പവർ. അപ്പോൾ ഈ മണി ബില്ല് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഓൾ മണി ബിൽസ് ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇൻ ലോകസഭ ഓൺലി. ലോകസഭയിൽ മാത്രമേ അത് അവതരിപ്പിക്കാൻ പാടുള്ളൂ, അവിടെ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ആൻഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് പാസ്ഡ് ബൈ ലോകസഭ ഇറ്റ് ഈസ് സെൻഡ് ടു രാജ്യസഭ ഫോർ ദെയർ അപ്രൂവൽ. ഇവരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു രീതി എന്നുള്ളതിനനുസരിച്ച് ഇവര് പാസ്സാക്കിയതിനു ശേഷം രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും. രാജ്യസഭയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞാലും രാജ്യസഭ മസ്റ്റ് റിട്ടേൺ സച്ച് എ ബിൽ വിത്തിൻ 14 days. 14 ദിവസങ്ങൾക്കുള്ളിൽ ആ ബില്ല് രാജ്യസഭ തിരിച്ചയക്കണം. അതുപോലെ തന്നെ രാജ്യസഭയ്ക്ക് ഇൻ കേസ് രാജ്യസഭ ഡസ് നോട്ട് റിട്ടേൺ സച്ച് എ ബിൽ വിത്തിൻ ദ 14 days, ആ 14 ദിവസത്തിനുള്ളിൽ അവർക്ക് അത് ബില്ല് തിരിച്ചയക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദ ബിൽ ഈസ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. രണ്ട് സഭയും അത് ആ ബില്ല് പാസ്സാക്കിയതായിട്ട് അംഗീകരിക്കും. അപ്പോ രാജ്യസഭയ്ക്ക് ആ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ അത് തിരിച്ചയക്കണം. തിരിച്ചയച്ചിട്ടില്ലെങ്കിലും ആ ബില്ല് പാസ്സാക്കിയതായിട്ടാണ് കരുതുക. അപ്പോൾ ഇതിൽ മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് എന്ന് പറയുന്നത് ലോകസഭയാണ്. അവിടെ മാത്രമേ അത് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ദെൻ ഫോർത്ത് വൺ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡിങ് പവർ, ഭരണഘടനാ ഭേദഗതി അധികാരം. ദ രാജ്യസഭ എൻജോയ്സ് കോ ഈക്വൽ പവർ വിത്ത് ലോക്സഭ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഭരണഘടനാ ഭേദഗതിയിൽ ഇവർക്ക് രണ്ടുപേർക്കും തുല്യ അധികാരമാണുള്ളത്. So an amendment bill can introduce in either houses of the parliament, but it should be passed by both houses of the parliament separately. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് രണ്ട് സഭയിലും അവതരിപ്പിക്കണം, എങ്കിൽ മാത്രമേ അത് ആ ബില്ല് പാസ്സാവുകയുള്ളൂ.
അതിനുശേഷം ഇതിൽ നേരത്തെ നമ്മൾ ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഓർഡിനറി ബില്ലിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇഫ് എനി ഡെഡ്ലോക്ക് ഹാപ്പൻ ദർ ഇസ് നോ ജോയിന്റ് സിറ്റിംഗ്. അവിടെ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള പ്രൊവിഷൻ ഒന്നുമില്ല. ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ രണ്ട് സഭയിലും മസ്റ്റ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് പാസ്സാക്കണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇലക്ടറൽ പവേഴ്സ്. ഇലക്ടറൽ പവേഴ്സ്, ഇവരുടെ തെരഞ്ഞെടുപ്പ് അധികാരങ്ങൾ എന്ന് പറയുന്നത് രാജ്യസഭാ മെമ്പേഴ്സ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ബിക്കോസ് ദേ ആർ ദ പാർട്ട് ഓഫ് ഇലക്ടറൽ കോളേജ്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ആൻഡ് ദേ ആൾസോ എലക്ട് എ ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. അവിടെ മൂന്നാമതൊരു വ്യക്തിയെ ഇവർ തെരഞ്ഞെടുക്കുന്നത് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ആ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്, ഉപ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. അദ്ദേഹത്തെ കൂടെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ 3 വ്യക്തികളെയാണ് ഈ രാജ്യസഭ മെമ്പേഴ്സ് എലക്ട് ചെയ്യുന്നത്. ആ എലക്ഷനിലാണ് ഇവർ പങ്കെടുക്കുന്നത്. ഇനി ഇവരുടെ ജുഡീഷ്യൽ പവർ, നീതിന്യായ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇവര് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇംപീച്ച്മെന്റ് പ്രോസസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിൽ ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാം. അതേപോലെ തന്നെ ദേ ക്യാൻ ആൾസോ റിമൂവ് ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് UPSC ആൻഡ് ദ ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഇവർക്കൊക്കെ എതിരെയുള്ള ചാർജ് ഷീറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള റെസൊല്യൂഷൻസ് ഈ സഭയിലും പാസ്സാക്കാം. അത് രണ്ട് സഭയ്ക്കും തുല്യ അധികാരങ്ങളാണ് ഈ കേസിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ രാജ്യസഭ എന്നുള്ള ഈ ഒരു ടൈറ്റിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈറ്റിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. നിങ്ങൾക്ക് essay ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈറ്റിൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.